എന്നവന് നമുക്കങ്ങോട്ട് ഓടിപ്പോവാ, പെട്ടെന്ന് അങ്ങോട്ട് സിബ നിന്ന് ഡീസൽ അടിക്കുക, ഒറ്റ ഓട്ടം. പള്ളിയിൽ നിസ്കാരം നടക്കല്ലേ, മാമ നിൽക്കല്ലേ, ഓടി ഇങ്ങോട്ട് വരും, അങ്ങോട്ട് കയറും. പടച്ചവനെ ഒതുവെടുത്തിട്ട് കയറുമ്പോഴാണ് 2 തുള്ളി പാൻറ്റിനോട് താഴേക്ക് വീഴുന്നത്. അരിക്കണം. നമ്മൾ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി സമാധാനത്തോട് അവിടെ ഇരുന്ന് എഴുന്നേറ്റും ഇരുന്നും ചരിഞ്ഞിരുന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണമെന്നാണ് പഠിപ്പിച്ചേ. ശാസ്ത്രം എടുത്ത് നോക്ക്. ഡോക്ടർമാരോട് ഇടത് കാലിനെ ആശ്രയിച്ചിരിക്കണം. എന്തിനാ? മലമൂത്ര വിസർജനം നല്ല രീതിയിൽ പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് മൂത്രം ഒഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു തുള്ളി നമ്മുടെ വീണാൽ പിന്നെ അതുമായിട്ട് കയറി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ നമ്മൾ കളിയാക്കും, എഴുന്നേറ്റ് ഇന്ന് തുമ്മുന്നട അതോ നടക്കുന്നട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പ്രവാചകന്റെ മുഴുവത്തെന്താ? ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കണം. ആരാണ് മുത്തുനബി എന്ന് പഠിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആരെന്നറിയുമോ? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫഅഖബല അറാബി ഫലമ്മാ ദന്ന മിൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ന തുരീദു ഖാല ഇലാ അഹ്ലി قال هل لك إلى خير قال ما هو قال تشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله. അല്ലാഹുവേ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അറാബിയെ കാണുന്നത്. ഒരു അറാബിയായ മനുഷ്യനെ കാണുകയാണ്, ഒരു യാത്രക്കാരനായ അറാബിയെ കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാ. യാത്ര ചെയ്തു പോകുന്ന ഒരു അറാബിയെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഈ യാത്ര എവിടേക്കാണ്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടുകാരിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിച്ചു, താങ്കൾക്ക് വല്ല നന്മയും വേണോ? റസൂലുള്ള ചോദിക്കുകയാണ്, യാത്രക്കാരനാണല്ലോ, കുടുംബക്കാരിലേക്ക് പോകുകയാണല്ലോ, എന്തെങ്കിലും ഒരു നന്മ നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അതെന്താണ്? എന്താണ് നന്മ? എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ആ മുത്തുനബിയുടെ ആ അല്ലാഹുവിന്റെ ദൂതനാ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുക. അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഷഹാദത്ത് കലിമയുടെ അർത്ഥം മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാ, താങ്കൾ പറയുന്നത് ആരെല്ലാം സാക്ഷ്യം വഹിക്കും? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന് ആരാണ് സാക്ഷ്യം വഹിക്കുന്നത്? മുത്തുനബിയോട് ആ അറാബി ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ കാണുന്ന സലാമാ വൃക്ഷമുണ്ടല്ലോ, ആ മലഞ്ചെരുവിലെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷം സാക്ഷ്യം വഹിക്കും, ഈ കാണുന്ന മരങ്ങൾ സാക്ഷ്യം വഹിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ താഴ്വരയിൽ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ മരങ്ങൾ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്,
അറാബിയായ മനുഷ്യൻ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു തരാൻ, അവിടെ നിന്ന് കാണിച്ചു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ താഴ്വരയിൽ നിൽക്കുന്ന മരത്തിന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മരത്തിന്റെ നേരെ അവിടെ നിന്നിങ്ങനെ കൈനീട്ടുകയാണ്. അല്ലാഹുവേ, ആ വൃക്ഷത്തെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുമ്പോ ആ വൃക്ഷം മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. വേരുകൾ മുഴുവനും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിന്ന മരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വിളിക്കുമ്പോ അതിങ്ങനെ ചരിഞ്ഞു വരികയാ. ലോകത്തിന്റെ നേതാവല്ലേ വിളിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ വിളിക്കുന്നത്. ആ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചല്ലോ. എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ വിളി വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫർദാണ് നമസ്കരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടികെട്ട് നമസ്കരിക്കുകയാ. അതാ ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ള വിളിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യങ്ങ് താഴ്ത്തിയിടണം. ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കഴിഞ്ഞാ വിളിക്കുത്തരം നൽകണമെന്നാണ്. കൈയടിച്ചിട്ട് ചോദിക്കണം, എന്തേ നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് വിളിച്ച നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കണം. ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച ഉടനെ അടുത്തു പോകണം, കൈ അടിച്ചേക്കണം. എന്തേ നബിയെ? അതാ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച കൈയടിക്കണം. എന്തേ ഉമ്മ എന്ന് ചോദിക്കണം, നിസ്കരിച്ചുകൊണ്ടിരിക്കണോന്നല്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ആ മരയിങ്ങ് വരിക. കാരണം മുത്തി നബിയാ വിളിക്കണേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിക്കുന്നത്. വിളിച്ച ഉടനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്നതു മാത്രമല്ല, 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, 3 പ്രാവശ്യം അവിടെ നിന്ന് സാക്ഷ്യം വഹിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തിനോട് പറയുകയാണ്, 3 പ്രാവശ്യം നീ അവിടെ നിന്ന് സാക്ഷ്യം വഹിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അറാബിയായ മനുഷ്യന്റെ മുന്നിൽ നിന്നിട്ട് ആ മരം പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മരമങ്ങ് സംസാരിക്കുകയാ, ഒരു മരം അവിടെ നിന്ന് സംസാരിക്കുകയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെ നിന്ന് ഷഹാദത്ത് കലിമ അവിടെ നിന്ന് മരം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മരത്തിനോട് പറഞ്ഞു, പഴയ സ്ഥലത്ത് പോയി നിൽക്കാൻ. അതുപോലെ മരമങ്ങ് തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കെട്ടുകഥയല്ല, ഇതാരെങ്കിലും വെറുതെ പറഞ്ഞു തന്ന കഥയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹിബ്ബാന്റെ കിതാബിൽ രചിച്ചു വെച്ചിരിക്കുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചപ്പം മരം അടുത്തു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാൻ. 3 പ്രാവശ്യം അവിടെ നിന്ന് പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മരത്തിനോട് പറഞ്ഞു തിരിച്ചു പോയി നിൽക്കാൻ. അതുപോലെ മരം പഴയ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അറാബിയ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബക്കാരിലേക്ക്, എന്റെ സമുദായത്തിലേക്ക്, എന്റെ വീട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും. അവര് വിശ്വസിച്ചാൽ ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ എന്റെ കുടുംബക്കാരോട്, ഞാൻ എന്റെ ഗോത്രക്കാരോട് ഞാൻ പോയിട്ട് ഇത്
ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അവരെല്ലാവരും ദീനിലേക്ക് കടന്നു വന്ന ഞാൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ കഴിയാൻ തിരിച്ചു വരും നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഒരു മരത്തിനോട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സംസാരിക്കുകയാണ്. മുത്തുനബി വിളിച്ചപ്പം മരം പോലും അടുത്ത് വരികയാ. ഇതുപോലെ മറ്റൊരു സംഭവം കാണാം. ഇതൊന്നല്ല, ഇതുപോലെ വേറെയും സംഭവമുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല സിർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നസൽനാ വാദിയൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വിശാലമായ ഒരു താഴ്വരയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഒരു വിശാലമായ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. യാത്ര ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്താം. ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി വെള്ളപാത്രവുമായി അവിടെ നിന്നിങ്ങനെ പോവുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ ഇറങ്ങിപ്പോയി. ഞാൻ വെള്ളവുമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകെ പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ സ്വീകരിക്കുവാൻ എന്തെങ്കിലും ഒരു മറ കിട്ടുന്നതിന് വേണ്ടി മരുഭൂമിയാ. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മറ വേണം. മറ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ തരയാ. നമ്മളോ നാട് റോഡിൽ നിന്ന് മൂത്രം ഒഴിക്കും. അല്ലാഹു കാക്കമാറാകട്ടെ. എന്ത് മറ നമുക്ക് എന്ത് മറ കണ്ടിട്ടില്ലേ? വണ്ടി പോകുന്നവൻ അങ്ങോട്ട് നിർത്തിയിട്ട് പെട്രോൾ അടിക്കുക. എവിടെ? നാട് റോഡിൽ നിന്നിട്ട് പെടുക്കുക. പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും. ഓന് കഴുകലുമില്ല, ഒന്നുമില്ല. അല്ലാഹു കാക്കമാറാകട്ടെ. ആമീൻ പറ. ഓൻ എന്തെങ്കിലും ഉണ്ടോപ്പാ? എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ പറ, എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്കല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു ഖബറിന്റെ ചാരത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുക. മുത്തുനബി ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ വല്ലാത്ത ശിക്ഷ, ഖബറിന്റെ അകത്ത് വല്ലാത്ത അദാബ് നടക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കമ്പെടുത്ത് കുത്തിവെക്കാൻ, ആ ഖബറിന്റെ മുകളിൽ ഒരു ചെടി നട്ടുവെക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ചെടിയൊക്കെ എന്തിനാ നടന്നതെന്ന് മനസ്സിലായോ? എന്തിനാ അപ്പൊ ഖബറിന്റെ മുകളിൽ ചെടി നട്ടുവെക്കേണ്ടത്? അടയാളത്തിനാണോ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എന്തിനാ ചെടി നടന്നേ? പറ. ഖബർ ചീത്തയാവാതിരിക്കാൻ. എന്തിനാ ഇപ്പൊ ചെടി നടന്നേ? ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. അല്ലാഹു, ഈ ചങ്ങാതി ചെടി നട്ടാലേ അതിൻ്റെ ഇലകൾ, അതിൻ്റെ വേരുകൾ ആ മനുഷ്യൻ്റെ വളമെടുത്തിട്ട് വളരും. അതിൻ്റെ ദുആ കിട്ടും. അതിനു വേണ്ടിയാ അല്ലാഹു. അതുകൊണ്ട് ഈ മൈലാഞ്ചി ചെടി ഒരുപാട് ഇലകളുണ്ടല്ലോ. മൈലാഞ്ചി ചെടികൾക്ക് ഒരുപാട് ഇലയുണ്ടല്ലോ. അതുകൊണ്ടാണ് മൈലാഞ്ചി ചെടി നടന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വല്ലാത്ത ശിക്ഷ നടക്കുന്നു ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷ നടക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ നബിയെ? എന്ത് പാപം ചെയ്തതിന്റെ പേരിലാ ഇവരുടെ ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ ശിക്ഷ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കള്ളുകുടിച്ചതിന്റെ പേരിലാണോ? വ്യഭിചരിച്ചതിന്റെ പേരിലാണോ? പലിശ കച്ചവടം നടത്തിയതിന്റെ പേരിലാണോ? നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? അല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ ശിക്ഷ നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് കഴുകാത്തവരല്ല, മലമൂത്ര
മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല, നടുറോഡിൽ നിന്ന് മൂത്രമൊടിക്കുന്നവന്റെ കഥയല്ല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് പള്ളിയിലൊക്കെ വന്ന് മലമൂത്ര വിസർജനം നടത്തും. എന്നിട്ട് കണ്ടിട്ടുണ്ടോ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചുമയ്ക്കും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഴുന്നേക്കും, ഇരിക്കും, എന്നിട്ട് വീണ്ടും. എന്തിന്? മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ അത് ശുദ്ധീകരിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിന്റെ അകത്ത് ഇത്രയും മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്തവനല്ല, കഴുകുന്നവന്. നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാ, പെട്ടെന്ന് അങ്ങോട്ട് സിബ്ബ നിന്ന് ഡീസൽ അടിക്കുക, ഒറ്റ ഓട്ടം. പള്ളിയിൽ നിസ്കാരം നടക്കല്ലേ, മാമ നിൽക്കല്ലേ, ഓടി ഇങ്ങോട്ട് വരും, അങ്ങോട്ട് കയറും. പടച്ചവനെ ഒതുവെടുത്തിട്ട് കയറുമ്പോഴാണ് 2 തുള്ളി പാൻറ്റിനൂടെ താഴേക്ക് വീഴുന്നത്. അരിക്കണം. നമ്മൾ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി സമാധാനത്തോടെ അവിടെ ഇരുന്ന് എഴുന്നേറ്റും ഇരുന്നും ചരിഞ്ഞിരുന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണമെന്നാണ് പഠിപ്പിച്ചേ. ശാസ്ത്രം എടുത്ത് നോക്ക്. ഡോക്ടർമാരോട് ഇടത് കാലിനെ ആശ്രയിച്ചിരിക്കണം. എന്തിനാ? മലമൂത്ര വിസർജനം നല്ല രീതിയിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് മൂത്രം ഒഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു തുള്ളി നമ്മുടെ വീണാൽ പിന്നെ അതുമായിട്ട് കയറി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ നമ്മൾ കളിയാക്കും, എഴുന്നേറ്റ് ഇന്ന് തുമ്മുന്നടാ, അതോ നടക്കുന്നടാ, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാത്തവനാ ഖബറിൻ്റെ അകത്ത് ഈ ശിക്ഷ. അപ്പൊ പിന്നെ കഴുകാത്തവന്റെ കാര്യം പറയണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. താടിയുള്ളവരും പ്രായമുള്ളവനും എല്ലാം കാര്യം. അപ്പൊ ചോദിക്കൂ, ഉസ്താദെ നിങ്ങൾ പാൻറ്റിട്ടിരിക്കണം, നിന്റെ അടുത്ത് പാൻറ്റിടാൻ ഞാൻ പറഞ്ഞു. പാൻറ്റിടാൻ നിങ്ങളുടെ സൗകര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണാം. ഒരു മറയുമില്ലാതെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക പരസ്യമായിട്ട്. ഷാജിക്ക പണ്ട് തമിഴ്നാട്ടിൽ പോയൊരു കഥ പറഞ്ഞു. അത് പോട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരസ്യമായി ഒരു മറ വേണ്ടേ സഹോദര? നിങ്ങളിതൊക്കെ ഇപ്പൊ ഉസ്താദെ, ഇപ്പൊ പള്ളികൾ മൊത്തം അടച്ചിട്ടിരിക്കുന്നു, ഒന്ന് എത്രയോ മറ നോക്ക്. റോഡ് സൈഡിൽ നിൽക്കുന്നത് എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന് മറയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ മറ കിട്ടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ ചെയ്തതെന്നറിയുമോ? വെള്ളപാത്രവുമായി പ്രവാചകന്റെ പുറകിൽ പോയ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലതാ താഴ്വരയിലേക്ക് കടന്നു ചെന്നിട്ട് 2 വൃക്ഷങ്ങളുണ്ടല്ലോ. ഒരു വൃക്ഷത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താഴ്വരയിൽ നിൽക്കുന്ന ഒരു ചെറു മരമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വാ. കഥയല്ല സഹോദരാ, നടന്ന സംഭവമാ. ഇമാം മുസ്ലിം തന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബുഖാരി അതാ സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥമാണ് എന്റെ പ്രിയപ്പെട്ടവരെ സഹീഹ് മുസ്ലിം. അതിനകത്ത് അല്ലാഹുവേ കാണാ, റസൂലുള്ളാഹി ആ മരത്തിന്റെ ഒരു കൊമ്പിൽ പിടിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്റെ കൂടെ വാ. പടച്ചവനെ, മുത്തുനബി മരത്തിന്റെ ഒരു കമ്പിൽ ഇങ്ങനെ പിടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വിശ്വസിക്കാൻ മടി തോന്നാ മുസ്ലിമേ, വിശ്വസിക്കാൻ നിനക്കും മടി തോന്നാ. എടാ, ഒരിക്കലും നിനക്കും മടി വേണ്ട. ഇത് കാണിച്ചത് മുത്തുനബിയല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ, അല്ലാഹു ആദരിച്ച പ്രവാചകൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു മുഹമ്മദ് എന്ന് പേര് വിളിക്കാത്ത പ്രവാചകൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച പ്രവാചകന് അതാ മനസ്സ് വേദനിച്ചപ്പോ ഇസ്രാ മിറാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിച്ച് അവിടെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് ഹൗദുൽ കൗസർ കൊടുത്ത പ്രവാചകന്
അല്ലാഹു അത്രയും ആദരിച്ച മുത്തുനബിയാ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത്, നാളെ സ്വർഗം തുറക്കുന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മരത്തിന്റെ ഒരു കമ്പിൽ പിടിച്ചിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്റെ കൂടെ വാ. ജാബിർ തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, മരം മുത്തുനബിയുടെ കൂടെ നടന്നു പോവുകയാ. മറ്റൊരു മരത്തിന്റെ അടുത്ത് ചെന്നു, ആ മരത്തെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി വരാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു മരങ്ങളും ഭൂമിയിൽ നിന്നിങ്ങനെ അതാ ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയിട്ട് ഇങ്ങനെ മറയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടുന്ന് മലമൂത്ര വിസർജനം നടത്താ, രണ്ട് മരങ്ങൾ ഇങ്ങനെ മറയിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മരങ്ങളും ഇങ്ങനെ മറന്നു നിന്ന് കൊടുക്കുകയാണ്. പ്രവാചകന്റെ ആവശ്യം നിർവാഹണം കഴിഞ്ഞു. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്റെ മേൽ നിങ്ങൾ ഇരുവരും ഒന്നിക്കുക. തങ്ങൾ പറഞ്ഞു, മറയിടാൻ മരങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ചെങ്ങനെ മറയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ റസൂലുള്ള അവ രണ്ടിനോടും പറഞ്ഞു, പഴയതുപോലെ പോയി നിൽക്കാൻ. സഹോദരാ, മരങ്ങൾ പഴയതുപോലെ എവിടെയാണോ നിന്നത് ആ പഴയ സ്ഥലത്തേക്ക് ആ മരം തിരിച്ചുപോയി നിന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. മൂന്നാമതൊരു സംഭവം കൂടെ കേൾക്കണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാ അറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ബിമാ അഅരിഫു അന്നക നബിയ്യുൻ ഖാല ഇന്ന ദഅവതു ഹാദൽ ഇദ്ഫ മിൻ ഹാദിഹി നഖലതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു അറാബി വരികയുണ്ടായി. എന്നിട്ട് അയാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, നിങ്ങൾ പ്രവാചകനാണെന്ന്, എന്തുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അടയാളം വേണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഒരു നബിയാണെന്നുള്ളതിനൊരു അടയാളം എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഈന്തപ്പനയിൽ നിന്ന് ഈ ഈന്തപ്പന കുല ഞാൻ വിളിച്ച് അത് എന്നിലേക്ക് വന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. ഇതെന്താ അപ്പം വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട്? വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനും ജിന്നുകളും മാത്രമേ ഉള്ളൂ വിശ്വാസം ഇല്ലാത്തത്, ബാക്കിയില്ലാത്തൊരു വിശ്വാസമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന, ഒരു അറാബി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ നബിയാന്ന് പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ എന്താ വല്ല അടയാളം വേണ്ടേ? ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ആ കാണുന്ന ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈന്തപ്പഴ കുല എൻ്റെ അടുത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ആവോ? വിശ്വസിക്കോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യപ്പങ്ങൾ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈന്തപ്പന കുലയെ വിളിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു. അവിടെ നിന്ന് പറയുന്ന ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു, ആരാധനക്കർഹൻ അല്ല. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോ ആ ഈന്തപ്പന കുല അങ്ങോട്ട് സംസാരിക്കുക, ആ ഈന്തപ്പന അങ്ങോട്ട് പറയാതെ സാക്ഷ്യം വഹിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, അടുത്തേക്ക് വീഴുന്നു പോകുന്നത് പോലെ ഈന്തപ്പന ഇങ്ങനെ വളഞ്ഞു വളഞ്ഞതങ്ങ് താഴെ വീണു പോകുമോ എന്ന് അത്ഭുതമായി. അങ്ങനെ ആ ഈന്തപ്പന കുല ഇങ്ങനെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അറാബിയുടെ മുന്നിലിരുന്നു കൊണ്ട് ഈന്തപ്പന കുല പോലും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഈ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പറയുന്നത് മനുഷ്യനല്ല, മൃഗങ്ങളല്ല, ഒരു ഈന്തപ്പന മരത്തിന്റെ കുലയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ആ ഗ്രാമീണന്റെ മുന്നിൽ, ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവേ ഈന്തപ്പന മുല ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. എന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. പഴയതുപോലെ അവിടെ പോയി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോ അറാബിയായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമാവുകയാ. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇമാം തിർമിദി തന്റെ ഹദീസിൽ എഴുതി വെച്ചിരിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ 3 ചരിത്രം പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒന്നാമതായിട്ട് പ്രവാചകൻ യാത്രയിലായിരുന്ന സമയം ഒരു മരത്തെ വിളിച്ചപ്പോൾ അവിടുന്ന് ആ മരം എനിക്കൊരു നന്മ കാണിച്ചു തരുന്നത് പറഞ്ഞപ്പോൾ ഒരു മരം വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു 3 പ്രാവശ്യം. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ മരത്തിൽ പിടിച്ചിട്ട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ 2 മരങ്ങൾ പോയി ഒരുമിച്ച് പ്രവാചകന് മറയിട്ട് കൊടുത്തു. പഴയതുപോലെ തിരിച്ചുപോയി നിന്നു. 3 അറാബി പറഞ്ഞു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, ഞാൻ എങ്ങനെ വിശ്വസിക്കും? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഈന്തപ്പന കുല നിന്റെ മുന്നിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ച നീ മുസ്ലിം ആവുകോ? ഒക്കെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. കൂടെ അടുത്തു വന്നു, ഈന്തപ്പന കുല സംസാരിച്ചു, ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ചു, തിരിച്ചുപോയി നിന്നു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹുവേ, പടച്ചവനെ, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ പ്രവാചകനോടുള്ള സ്നേഹം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുഅ്ജിസത്ത് കേൾക്കണോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ ഉഹദ് വഅബൂബക്കർ വഉമർ വഉസ്മാൻ ഫറജഫ ബിഹിം ഫഖാല ഉസ്ബതു ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 3 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുകയാണ്. സാധാരണ മലയല്ലല്ലോ ഉഹദ് മല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഠിക്കാനുണ്ട്. ഉഹദ് മലയെ കുറിച്ച് പഠിക്കാനുണ്ട്. വല്ലാത്ത നീളമാണ്, ഒരുപാട് കിലോമീറ്ററുകൾ നീളമുള്ള പർവ്വതമാണ് ഉഹദ് മല. ഇന്നും മദീനത്ത് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ പർവ്വതമാണ് മുത്തുനബിയേ, സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞ ഉഹദ് മല. ആ ഉഹദ് മലയുടെ മുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 4 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, ഉഹദ് മല ഇങ്ങനെ വിറക്കുകയാണ്.
ഉഹുദ് മല ഇങ്ങനെ കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ 4 പേരും കൂടെ ഉഹുദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോ ഉഹുദ് മല വല്ലാതെ വിറയ്ക്കുകയാണ്. ഉഹുദ് മല വല്ലാതെ എവിടെ നിന്ന് വിറയ്ക്കുകയാണ്. അവർക്ക് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ ഒന്ന് കുലുങ്ങുകയാണ്. ഉഹുദ് മല കുലുങ്ങുമ്പോ ആ മലയുടെ മുകളിൽ നിൽക്കുന്നവരിങ്ങനെ ഒന്ന് വീഴാൻ പോകുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കാലിടറിയപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാലുകൊണ്ട് ഉഹുദ് മലയുടെ മുകളിലൊന്ന് ചവിട്ടുകയാണ്. ആ ഉഹുദ് മലയുടെ മുകളിൽ മുത്തുനബി തന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടുക. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക. അതാ വിറയ്ക്കുന്ന ഉഹദ് മലയോട് അല്ലാഹുവിന്റെ പ്രവാചകന് കാലുകൊണ്ട് ചവിട്ടികെട്ടോ പറയുകയാണ്, അടങ്ങിയിരിക്ക്, അടങ്ങിയിരിക്ക്, നിന്റെ ചാട്ടം മാറ്റ്. ആരാണ് നിന്റെ മുകളിൽ നിൽക്കുന്നതെന്നറിയുമോ? ഒരു പ്രവാചകനും സിദ്ദീഖും 2 ശഹീദ് 2 ശുഹദാക്കളുമാണ് നിന്റെ മുകളിൽ നിൽക്കുന്നത്. നീ അടങ്ങി നിൽക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 4 പേര്, മുത്തുനബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 4 പേര്. ഇവരിങ്ങനെ 4 പേരും കൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ പർവ്വതം ഒന്ന് കുലുങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലൊന്ന് പൊക്കിയിട്ടൊരു ചവിട്ടി കാലൊന്ന് ഉയർത്തിയിട്ടൊന്ന് ചവിട്ടി. എന്നിട്ട് പറയാ, ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളുമാ നിന്റെ മുകളിൽ നിൽക്കുന്നത്, അടങ്ങിയിരിക്കാൻ. അപ്പൊ തന്നെ ആ പർവ്വതത്തിന്റെ ഇളക്കമങ്ങ് മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത്, 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, 2 അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അവിടെ പിന്നെ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആരാ സിദ്ദീഖ് എന്ന് പേരിട്ടത്? അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് എന്ന പേര്, സത്യസന്ധൻ എന്ന പേരിട്ടതാരാ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകന സിദ്ദീഖ് എന്ന് പേരിട്ടത്. പിന്നെ പറഞ്ഞത് 2 ഷഹീദ്. നിങ്ങൾ മനസ്സിലാക്കണം, 2 ഷഹീദ് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി ഉഹദ് മലയുടെ മുകളിൽ വെച്ച് തന്നെ പറഞ്ഞു, ഇവർ 2 പേരും ഷഹീദായിട്ടാ മരിക്കണേ. 2 പേരും ശുഹദാക്കളിൽ പെട്ടവരാണെന്ന് അതിനടയാളം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഉഹദ് മല പോലും അനുസരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് ചവിട്ടിയിട്ട് അടങ്ങിയിരിക്കെന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതം കേൾക്കാൻ തയ്യാറായി. ഇത് പ്രവാചകന്റെ മുഅ്ജിസത്ത്. മരങ്ങളോട് സംസാരിച്ചു, മൃഗങ്ങളോട് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് പർവ്വതത്തിനോടും സംസാരിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.